വടക്ക് പടിഞ്ഞാറെന്നാണല്ലോ തലവിധി. ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, രണ്ട് വഴിയല്ലേ ഉള്ളൂ. ഒരു മിനിറ്റ്. തല വീണാൽ ഇടത്, വാലാണേ വലത്. ഇടത് പോവല്ലേ? ഓക്കെ. എന്നാലും എന്റെ പൊന്നുമോള് എന്നോട് ഇത് ചെയ്തല്ലോ. ആരോ ഒപ്പം ഉള്ളതുപോലെ അല്ലേ? ഇന്നലെ വരെ അടിച്ച കണക്കിനെ എൻ്റെ അപ്പൻ ഇതുവരെ കണ്ണു തുറന്നു കാണില്ല. തൻ്റെ ഒരു മിമിക്രി. എന്തൊരു മുടിഞ്ഞ ഭാരമാണ് ഈ ബാഗിന്. എൻ്റെ ബാഗ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞല്ലേ, എന്തിനാ സഹായിക്കാൻ നിന്ന്? ഇതിനകത്ത് അത് തുറക്കരുത്. നോക്കട്ടെ. ഓഹോ, ഡേവിഡ് ഈപ്പന്റെ കൂടടക്കം കുക്കുടമടക്കം അടിച്ചു മാറ്റിക്കൊണ്ട് ഒളിച്ചോടി തള്ളാനാണ് അപ്പൊ എന്നെ തുണക്കി വിളിച്ചത്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊലപാതകത്തിന് കൂട്ട് നിന്നാലും മോഷണത്തിന് ഞാൻ കൂട്ട് വെക്കില്ല. ഇതിൽ നിന്ന് 5 പൈസ എനിക്ക് വേണ്ട. എനിക്ക് മഡ്രിഡിൽ പോകണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മോഷ്ടിച്ചു. അതെ, മോഷണം വളരെ മോശമാണ് കുട്ടി. യേശുക്രിസ്തു പോലും നിർത്തണോ? ഇതിൽ ഇരട്ടി ഓർണമെന്റ്സ് വീട്ടിലിട്ടാ ഞാൻ വന്നത്. വിശക്കുമ്പോ തന്നെ വായിൽ എന്തെങ്കിലും ഇട്ട് തരണ്ടേ? ഓ, അതിൽ നിന്നൊരു 2 പവന്റെ മാലയും തൊട്ട് വെക്കാൻ ഒരു 10 യൂറോന്റെ നോട്ടും. ഇത് എന്നെ കൊണ്ട് ഇവിടെ ഒരു തവളയെ പോലും കാണാനില്ല. ദാഹിച്ചിട്ടാണ്. എന്നാ വായിലിരിക്കുന്ന വെള്ളം വറ്റിക്കാതെ താനങ്ങ് നടാ. വഴി തെറ്റിന്നാ തോന്നുന്നേ. താനാണല്ലോ വണ്ടി ഇടത്തോട്ടേക്ക് വിട്ടത്. ഹലോ, കേശവൻ വഴി തെറ്റിക്കില്ല. ആരാ കേശവൻ? സകലതിനും കാരണമായ ആദി കേശവ പെരുമാൾ ഫ്രം കേരള. ഫോളോ മീ. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ട് ഒരു 4-5 കിലോമീറ്റർ കൂടുതൽ നടക്കേണ്ടി വന്നു. വലത്തോട്ടായിരുന്നെങ്കിൽ ഇതേ ഇവിടെ വന്ന് കയറിയനെ. തിരിച്ചു പോയിട്ട് ഒന്നുകൂടി ഇതുവഴി നടന്നു വരണോ? ഓ, വേണമെന്നില്ല. ഇന്ന് രാത്രി നമ്മളിവിടെ തങ്ങുന്നു. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഒളിച്ചോട്ടം തുടരുന്നു. എങ്ങനെ?